തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ വീഴ്ചയെന്ന ആംബുലൻസ് ഡ്രൈവറുടെ ആരോപണം. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് കിടന്നത് 10 മിനിറ്റോളം. രോഗിയെ ആംബുലൻസിൽ തന്നെ കിടത്തുകയും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആംബുലൻസ് ഡ്രൈവർ. സെക്യൂരിറ്റി ജീവനക്കാർ ആക്ഷേപിക്കുന്നതായും വടക്കുന്നാഥൻ ആംബുലൻസ് ഡ്രൈവർ പ്രണവ് ആരോപിച്ചു. ഇന്നലെ പന്നിത്തടത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവറെ മെഡിക്കൽ കോളേജിലെത്തിച്ചപ്പോൾ ആവശ്യമായ ചികിത്സ നിഷേധിച്ചതായി ആരോപിച്ച് ആംബുലൻസ് ഡ്രൈവർ സാദിഖ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അതായത് നമ്മൾ ഇന്നലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്തതാണ്. ആ സമയത്ത് നമുക്ക് സാധാരണ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് കാഷ്വാലിറ്റി എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രോളി സ്ട്രെച്ചർ കാരണമൊക്കെ കൊടുന്നു തരണം. അവിടെ ആൾക്കാരുണ്ടാവണം. പക്ഷേ നമുക്ക് എന്താ കാര്യം അന്വേഷിക്കാനോ ട്രോളി കൊടുന്നു തരാനോ ഒന്നിനും ആൾ വന്നിട്ടില്ല. നമ്മൾ കുറേ പോയിട്ട് പറയാനൊക്കെ നോക്കി, പക്ഷേ അവരാളില്ല. അവർ പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നത് പറഞ്ഞു. പക്ഷേ പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്യേണ്ട, ഒരു കാഷ്വാലിറ്റി അല്ലേ, അല്ലാതെ OP കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അത് നോക്കണ്ടേ. നമുക്ക് ഇത് കുറച്ചായിട്ട് ഇത് കണ്ടുവരുന്ന സംഭവമാണ്. എപ്പോൾ നോക്കിയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അത് കാണുന്നുള്ളൂ. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഡോക്ടറടക്കം നമ്മളെ എടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ച് എല്ലാം ചെയ്യുന്നതാണ്. നമുക്കിത് ബുദ്ധിമുട്ടായില്ല. നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ നമുക്ക് കൂടെ പറപ്പിനോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സിനോ എല്ലാ കാര്യങ്ങൾ. പക്ഷേ നമ്മളൊരു വണ്ടിയിൽ കൊണ്ടുവന്ന ഒരാളെന്ന് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളിതൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് സ്ഥിര സംഭവമാണ്. എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ നമ്മൾ നേരിടുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജ് മാത്രമല്ല, പല ഹോസ്പിറ്റലുകളുണ്ട്. അതായത് മെയിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമ്മൾ കണ്ടുവരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മളൊന്നും കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം ഒരു വിലയില്ല. അതായത് നമുക്ക് സാധാരണക്കാർക്ക് ഒരു വിലയും തരുന്നില്ല. അവർ രാജാക്കന്മാർ, സെക്യൂരിറ്റിക്കാർ, അതുപോലെ അവരുടെ ജീവനക്കാർ എല്ലാവരെയും പറയുന്നില്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ ഓക്കെ നോർമലാണ്, ഡോക്ടർമാർ, നേഴ്സുമാർ നല്ല സഹകരണം ആൾക്കാരുണ്ട്. പക്ഷേ ചിലവർക്ക് ഭയങ്കര അഹങ്കാരം. നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു വിലയില്ലാത്ത പോലത്തെ മനസ്സിലാ. നമ്മളൊരു 10 മിനിറ്റ് എടുത്ത് നിന്നിട്ടുണ്ട്. അത്ര ക്രിറ്റിക്കലായിരുന്നില്ല. അത്ര ക്രിറ്റിക്കലായിരുന്നെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്യില്ല. നമ്മൾ നേരെ കേസുകളിലേക്ക് നമ്മളെ ട്രോളി കൊണ്ടുപോയേനെ. പക്ഷേ അത്ര ക്രിറ്റിക്കലായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ എന്നാൽ പോലും ഒരു പേഷ്യൻറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ എമർജൻസി തന്നെയാണ്. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യണ്ടേ, ഇത് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞിട്ട് പോലും ആകെ 2 ചേച്ചിമാർ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞിട്ട് പോലും ഒരാൾ വരുന്നത് സെക്യൂരിറ്റി ചേട്ടൻ വന്ന് നോക്കി പോകുന്നുണ്ട്. അങ്ങേർക്ക് ട്രോളി എടുത്താൽ മതി, ബാക്കി നമ്മൾ പിടിക്കും. അതുപോലെ ചെയ്യാനുള്ള മനസ്സറി വിചാരിക്കുന്നില്ല. ഉള്ളിലത്തെ കാര്യം നമുക്കറിയില്ല. കാരണം നമ്മൾ അതുവരെ കാഷ്വാലിറ്റി വരെ എത്തിക്കുന്നുള്ളൂ പേഷ്യൻറ്റിനെ. പക്ഷെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ചികിത്സ പോകാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്കൊരു വില എന്തെങ്കിലും റെസ്പെക്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതെ, എല്ലാവരും പറയുന്നുണ്ട്. കുറേ ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ പാർക്കിങ്, നമുക്ക് വണ്ടി ഒരു ആംബുലൻസ് വരാനൊരു ഗ്യാപ്പ് പോലും ചില സമയത്ത്. അത് കറക്റ്റാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ആംബുലൻസ് വരുന്ന സമയത്ത് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കും. നമുക്ക് വണ്ടി ഇടാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. അതൊന്നും സിസ്റ്റം വെച്ചിട്ടില്ല ഇതുവരെ. എപ്പോഴും ഇല്ല, ചില സമയങ്ങളിലുള്ള കാര്യം പറഞ്ഞു കേട്ടോ. എൻ്റെ പേര് പ്രണവ്, വടക്കുന്നതാണ്.